ത്രിയേക ദൈവത്തിന് സ്തുതി. St. Luke chapter 15 verses 30 to 24. ഇതിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് മുടിയനായ പുത്രന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു തൊട്ടടുത്ത് പണക്കാരനായ ഒരു അപ്പനും 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത മകൻ അധ്വാനശീലനും അപ്പനെ അനുസരിച്ചവനായിരുന്നു. ഇളയ മകൻ അങ്ങനെയല്ലായിരുന്നില്ല. അവൻ ജീവിതം ആനന്ദിച്ചും സ്വന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം ഇളയ മകൻ അപ്പനോട്, "അപ്പാ, എന്റെ സ്വത്തിലെ ഓഹരി എനിക്ക് തരണം" എന്ന് പറഞ്ഞു. അപ്പന്റെ മനസ്സ് വേദനിച്ചു. എന്നാലും ആ സ്വത്തിലെ ഓഹരി കൊടുത്തു. എല്ലാം വിട്ട് പണമാക്കി. ആ പണം കൊണ്ട് അവൻ ദൂരോട്ട് യാത്രയായി. അവൻ കൂട്ടുകാരന്റെ കൂടെ ആ പണം എല്ലാം തീർത്തു. കുറെ ദിവസം കഴിഞ്ഞ് ആ പണം തീർന്നപ്പോ കൂട്ടുകാരൻ എല്ലാം അവനെ വിട്ടുപോയി. ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. ഭക്ഷണവും ജോലിയും കിട്ടാണ്ട് അവൻ വലഞ്ഞു. അപ്പോ അവന് പന്നികളെ മേയ്ക്കാൻ ഒരു ജോലി കിട്ടി. അവൻ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അപ്പോ അവൻ പറഞ്ഞു, "എനിക്ക് തിരിച്ച് അപ്പന്റെ വീട്ടിൽ പോകണം. എനിക്ക് ക്ഷമ ചോദിക്കണം." അപ്പോൾ അവൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൻ ദൂരേന്ന് കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു ഒന്ന് കൊടുത്ത് ക്ഷമിച്ചു. അപ്പൻ വേലക്കാരോട് കൽപ്പിച്ചു, ഇവന് 10 വസ്ത്രവും കയ്യിൽ മോതിരവും കാലിൽ ചെലപ്പവും അണിയിക്കുവാൻ. അത് കഴിഞ്ഞിട്ട് അവരെ വിരുന്നൊരുക്കി ആഘോഷിച്ചു. യേശു നമ്മളെ ഈ കഥയിൽ എന്താ പഠിപ്പിക്കുന്നത്? ആ അപ്പനെ പോലെ യേശു നമ്മളെ സ്നേഹിക്കും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ യേശു നമ്മളെ ക്ഷമിക്കും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ യേശു സന്തോഷിക്കും. അതുകൊണ്ട് കുട്ടികളെ, നമ്മൾ യേശുവിനെ സ്നേഹിക്കണം. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കി തിരുത്തണം. പിന്നെ നമ്മൾ യേശുവിന്റെ കൂടെ നടക്കണം. താങ്ക് യു.